കുടുംബവും കുട്ടികളൊക്കെ ആകുമ്പോഴേ അതൊരു പൂർണ്ണമാവത്തോളം. എൻ്റെ ഇപ്പോൾ ഉള്ള ലൈഫ് എന്ന് പറയുമ്പോൾ ഞാൻ ഡിവോഴ്സ് ചെയ്തതല്ല, ഒറ്റപ്പെട്ട് പോയാൽ ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇനിയൊരു കല്യാണം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉണ്ടാവും. എന്നെ മനസ്സിലാക്കി പൂർണ്ണമായിട്ടും മനസ്സിലാക്കി വരുന്നൊരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്നോ ഞാൻ തീർച്ചയായും ഇനി ഒരു നിക്കാഹ് കഴിക്കുന്നതായിരിക്കും. അത് സന്തോഷമായിട്ട് ജീവിക്കണം. ഇപ്പോൾ ഒരു മാരീഡ് ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ആണായാലും പെണ്ണായാലും. ഇപ്പോൾ ഒരിക്കലും നമ്മൾ ഒന്നിൻ്റെയും അവസാനമല്ല, ഒരിക്കലും ഒരു സൂയിസൈഡ് എന്നുള്ള രീതിയിൽ ആരും ചിന്തിക്കരുത്. ഇപ്പം ഞാനിപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്ത ഒരാളാണ്. ഇപ്പം എനിക്കറിയാം ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരോടും തുറന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഓക്കെ, ഉറപ്പായിട്ടും എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഞാൻ ആണായാലും പെണ്ണായാലും എനിക്ക് മെസ്സേജ് അയക്കുക. എന്നാൽ കഴിയുന്ന വ്യക്തി ഞാനോട് സംസാരിക്കാം. ഒരിക്കലും വേറെ തെറ്റായ അല്ലെങ്കിൽ സൂയിസൈഡ് അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളൊരു ചിന്തയിലോട്ട് ഒരിക്കലും നിങ്ങൾ കടക്കാതിരിക്കുക. ഇപ്പോൾ ഞാൻ തന്നെ കണ്ടില്ലേ, എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു എൻ്റെ 23-ാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ അത്രയും ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച് അങ്ങനൊരു സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ച് ചിലപ്പോൾ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട്